എല്ലാ പ്രേക്ഷകർക്കും ലാലട്ടൻ അപ്ഡേറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ലിയോയുടെ കാര്യത്തിൽ കേരളത്തിൽ തീരുമാനമായി. ലിയോയുടെ അന്തകൻ എമ്പുരാൻ തന്നെ അത് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. കൂടുതൽ അപ്ഡേറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് ഏറ്റവും പുതിയ ലാലട്ടൻ അപ്ഡേറ്റ്സുകൾ ഉടൻ തന്നെ അറിയാൻ വേണ്ടി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, മോളിവുഡിൽ ആദ്യ ദിവസം ഏറ്റവും അധികം കളക്ഷൻ നേടിയത് ഒരു തമിഴ് ചിത്രമാണ്. അത് നമ്മുടെ ദളപതി വിജയ് നായകനെത്തിയ ലിയോ സിനിമയാണ്. ചിത്രത്തിൻ്റെ ആദ്യ ദിവസം കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രമായിട്ട് 12 കോടിക്ക് മുകളിലാണ് അന്ന് നേടിയിരുന്നത്. ഇപ്പോഴിതാ ആ ഒരു നേട്ടം മറികടക്കുമെന്ന് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് നമ്മുടെ എമ്പുരാൻ. ലിയോയുടെ അഡ്വാൻസ് ബുക്കിംഗ് കേരളത്തിൽ ആരംഭിച്ച ആദ്യ ദിവസം, അതായത് ഫുൾ ഡേ, ലിയോക്ക് കേരള ബോക്സ് ഓഫീസിൽ സ്വന്തമാക്കിയ അഡ്വാൻസ് സെയിൽ എന്ന് പറയുന്നത് 5,86,00,000 രൂപയാണ്. ഏകദേശം ട്രാക്ക് ചെയ്തത് 2410 ഷോകളായിരുന്നു. 56% അന്നത്തെ ആദ്യ ദിവസത്തെ അഡ്വാൻസ് ബുക്കിങ്ങിലെ ലിയോയുടെ ഒക്യുപ്പൻസി എന്ന് പറയുന്നത്. ഇവിടെ എമ്പുരാനാകട്ടെ 6 മണിക്കൂറുകൾ ടിക്കറ്റ് ബുക്കിംഗ് തുടങ്ങി, അതായത് അഡ്വാൻസ് ബുക്കിംഗ് തുടങ്ങി കേരള ബോക്സ് ഓഫീസിൽ 6 മണിക്കൂർ പിന്നിടുമ്പോൾ തന്നെ ചിത്രത്തിൻ്റെ പ്രീ സെയിൽ കളക്ഷൻ 5,86,00,000 രൂപ കഴിഞ്ഞിരിക്കുകയാണ് കേരളത്തിൽ. ഇതുവരെ ട്രാക്ക് ചെയ്തിരിക്കുന്നത് ഷോ കൗണ്ടുകളുടെ എണ്ണമെന്ന് പറയുന്നത് 2363 ഷോകളാണ്. 60% ഓരോ തിയേറ്ററിലെയും ആവറേജ് തിയേറ്റർ ഒക്യുപ്പൻസി. ഈ ഒരു ഡാറ്റയിൽ നിന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും, ലിയോ എന്ന ചിത്രത്തിൻ്റെ ആദ്യ ദിവസത്തെ ഫസ്റ്റ് ഡേ കേരള കളക്ഷൻ റെക്കോർഡ് എമ്പുരാൻ മറികടക്കുമെന്ന് ഉറപ്പാണ്. പല റെക്കോർഡുകളും മറികടക്കുമ്പോൾ എമ്പുരാൻ മറ്റൊരു നേട്ടവും കൂടി ഇന്ന് സ്വന്തമാക്കിയിരിക്കുകയാണ്. ബുക്ക് മൈ ഷോയിൽ ഒരു സൗത്ത് ഇന്ത്യൻ ചിത്രത്തിൻ്റെ ഏറ്റവും ഉയർന്ന വേഗത്തിൽ, അതായത് അവസാന 1 മണിക്കൂറിനുള്ളിൽ ഏറ്റവും അധികം വേഗത്തിൽ ബുക്ക് മൈ ഷോയിലൂടെ ടിക്കറ്റ് വിറ്റുപോയ ചിത്രമായിട്ട് ഇപ്പോൾ എമ്പുരാൻ മാറിയിരിക്കുകയാണ്. വൻപൻ ബഡ്ജറ്റിലെത്തിയ പുഷ്പ 2വിനെയും ലിയോയിനെയും മറികടന്നുകൊണ്ടാണ് ഈ ഒരു നേട്ടത്തിലേക്ക് ഒരു മലയാള സിനിമ എത്തിയിരിക്കുന്നത്. വരുന്ന വീഡിയോയിൽ നമുക്ക് കൂടുതൽ അപ്ഡേറ്റുകളിലേക്ക് പോകാം. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.